Welcome to all. Structure of atom. Section 1. Subatomic particles. ഈ ടോപ്പിക്കിലെ 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സബറ്റോമിക് പാർട്ടിക്കിൾസായ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയവയുടെ ഡിസ്കവറി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ ന്യൂട്രോണിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. റൈറ്റ് എ നോട്ട് ഓൺ ന്യൂട്രോൺസ്. ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഇൻ 1920 Rutherford predicted the existence of a neutral particle with almost the same mass as that of a proton. പ്രോട്ടോണിൻ്റെ ഏകദേശം മാസുള്ള ഒരു ന്യൂട്രൽ പാർട്ടിക്കിളിനെ കുറിച്ച് റൂദർഫോർഡ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ആറ്റത്തിൽ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിന് പ്രോട്ടോണിൻ്റെ ഏകദേശം മാസ് ഉണ്ട് എന്നീ കാര്യങ്ങൾ റൂദർഫോർഡ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് മറ്റൊരു സയൻറ്റിസ്റ്റാണ്, ജെയിംസ് ചാഡ്വിക്. ഇൻ 1932 James Chadwick in 1932 discovered the neutral particles while bombarding thin foils of beryllium with alpha particles. These particles are known as neutrons. 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ന്യൂട്രോണുകളെ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബെർലിയത്തിൻ്റെ കനം കുറഞ്ഞ തകിടുകൾ എടുത്തു, ഫോയിലുകൾ, തിൻ ഫോയിൽസ് ഓഫ് ബെർലിയം. ഈ തകിടുകളെ ആൽഫ പാർട്ടിക്കിൾസുമായി കൂട്ടിയിടിപ്പിച്ചു, ബൊംബാർഡ് ചെയ്യിപ്പിച്ചു, കൊളൈഡ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ബെർലിയം ഫോയിലുകളെ ആൽഫ പാർട്ടിക്കിൾസുമായി ബൊംബാർഡ് ചെയ്താണ്, കൂട്ടിയിടിപ്പിച്ചാണ് ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തത്. ഈ പാർട്ടിക്കിൾസിനെയാണ്, ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസിനെയാണ് ന്യൂട്രോണുകൾ എന്ന് വിളിക്കുന്നത്. ജെ ചാഡ്വിക് in 1932 discovered the neutral particles while bombarding thin foils of beryllium with alpha particles. These particles are known as neutrons. നമുക്കൊരു ഡയഗ്രാം നോക്കാം. ഡയഗ്രാം പൊളോണിയം ഇത് റേഡിയോ ആക്റ്റീവാണ്. പൊളോണിയം റേഡിയോ ആക്റ്റീവാണ്. ഇതിൽ നിന്ന് ആൽഫ റേസ് പുറത്തേക്ക് വരുന്നു. ഉണ്ടോ? ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആൽഫ റേസ് ആണ്. ഇതാണ് ബെർലിയത്തിൻ്റെ ഫോയിൽ. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബെർലിയത്തിൻ്റെ ഫോയിൽ, കനം കുറഞ്ഞ തകിട്, തിൻ ഫോയിൽ. അപ്പോൾ ആൽഫ റേസിനെ ബെർലിയം ഫോയിലുമായി കൂട്ടിയിടിപ്പിച്ചാൽ ന്യൂട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ബാക്കി ഒന്ന് പറയാം, നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഈ ന്യൂട്രോണുകളെ ഒരു പാരാഫിൻ പ്ലേറ്റുമായി കൂട്ടിയിടിപ്പിക്കും. പാരാഫിൻ പ്ലേറ്റിൽ ഹൈഡ്രജൻ കണ്ടൻറ്റ് കൂടുതലാണ്. ഇതിൽ നിന്നും പ്രോട്ടോണുകൾ പുറത്തേക്ക് വരും. പ്രോട്ടോൺസ് ചാർജാണ്. ഈ പ്രോട്ടോൺസിൻ്റെ ഇൻറ്റൻസിറ്റി കണക്കാക്കാനുള്ള ഉപകരണമാണിത്, ജീഗർ കൗണ്ടർ. പ്രോട്ടോൺസിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കൗണ്ട് ചെയ്യും. ഇങ്ങനെ
പ്രോട്ടോൺസിനെ പുറത്താക്കാൻ പറ്റിയ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉണ്ടായത് എന്ന് ചാഡ്വിക് അസ്യൂം ചെയ്തു. ഇങ്ങനെയാണ് ന്യൂട്രോൺസിൻ്റെ ഡിസ്കവറി ഉണ്ടായത്. അപ്പോൾ ബെർലിയം ഫോയിലിനെ ആൽഫ പാർട്ടിക്കിളുമായി ഹിറ്റ് ചെയ്താൽ, ബൊംബാർഡ് ചെയ്യിച്ചാൽ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ മതി. ബെർലിയം ഫോയിലിനെ ആൽഫ റേസുമായി കൂട്ടിയിടിപ്പിച്ചാൽ ന്യൂട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം. ന്യൂട്രോൺസിൻ്റെ പ്രത്യേകതകൾ: ദേ ഹാവ് നോ ചാർജ് ബട്ട് പൊസസ് മാസ്. ചാർജ് ഇല്ല, പക്ഷേ മാസ് ഉണ്ട്. ദേ ആർ പ്രസൻറ്റ് ഇൻ ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒഴികെയുള്ള എല്ലാ ആറ്റങ്ങളിലും ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂട്രോൺ ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ക്യാരിയിങ് നോ ചാർജ് ആൻഡ് ഹാവിംഗ് മാസ് 1.67 into 10⁻⁻27 kg, which is almost equal to that of a hydrogen atom. അപ്പോൾ മാസ് ഇതാണ്, അത് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായിട്ട് തുല്യമാണ്. അടുത്ത പോയിന്റ്: ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് ലാർജ്ലി ഡ്യൂ ടു പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനാണ് ഭാരം കൂടുതൽ. ന്യൂക്ലിയസിന് ഭാരം കൂടാൻ കാരണം ആ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, അതുകൊണ്ട് വേഗം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പ്രസൻ്റ് ആയിട്ടുള്ളത്. രണ്ടിനും മാസ് ഉണ്ട്. അതുകൊണ്ട് ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസ് തന്നെയാണ്. ആറ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ്: പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ന്യൂക്ലിയോൺസ്. ഇപ്പം ന്യൂക്ലിയോണുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നതാണ്. അടുത്ത പോയിന്റ്: ന്യൂട്രോൺ ഈസ് ദ ഹെവിയസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. ന്യൂട്രോണിനാണ് ഏറ്റവും കൂടുതൽ മാസ്. ന്യൂട്രോൺ ഈസ് ദ ഹെവിയസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. അടുത്ത പോയിന്റ്: ഹൈ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ കൂടുതലായിരിക്കണം. അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ പ്രോട്ടോൺ ന്യൂട്രോൺ റേഷ്യോ കൂടുതലായിരിക്കണം. അടുത്ത പോയിന്റ്: if only protons are present in the nucleus, it cannot be stable because of the repulsive forces between the positive charges. ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രോട്ടോണുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും, വികർഷിക്കും. കാരണം പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണ്. അപ്പം അതുകൊണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾ മാത്രമല്ല, ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ എഴുതാം. സോ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസും പ്രസൻ്റ് ആണ്. ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രോൺസ്. ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ന്യൂട്രോൺസ്. അപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾ മാത്രമാണെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യും, ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ ന്യൂക്ലിയസ് സ്റ്റേബിളാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ന്യൂട്രോണുകൾ നിർബന്ധമാണ്. അതാണ് പറയുന്നത്. ഇഫ് ഓൺലി പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്, ഇറ്റ് കനോട്ട് ബി സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദി റിപ്പൽസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ചാർജസ്. സോ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്.
അതുകൊണ്ടാണ് ന്യൂക്ലിയസ് സ്റ്റേബിളായി മാറുന്നത്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ഏതാനും പ്രത്യേകതകൾ കണ്ടു. താരതമ്യേന എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കമ്പയർ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ചെറിയ ചില കാര്യങ്ങളാണ്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കമ്പയർ ചെയ്യാം. നോക്കാം. ആദ്യം ഇലക്ട്രോൺ, പിന്നെ പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ. ചാർജ് നോക്കാം. റിലേറ്റീവ് ചാർജ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ ചാർജ് എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ്, റിലേറ്റീവ് ചാർജ് യൂണിറ്റ് നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ന്യൂട്രലാണ്. ഓക്കെ. മാസ് നോക്കാം. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ പോലെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായിട്ട് ഏകദേശം തുല്യമാണ്. സെയിം ആസ് എ ഹൈഡ്രജൻ ആറ്റം. ഇത് രണ്ടും. ഇലക്ട്രോണിൻ്റെ മാസ് വളരെ 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 ചെറുതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/1837 ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ അല്ലേ 1/1837 ഇത്ര മാത്രമേ ഇലക്ട്രോണിൻ്റെ മാസ് ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് ഇവിടെ ചെറിയൊരു കറക്ഷൻ വരുത്താം. ഓഫ് മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം എന്നുണ്ട്. മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം 1/1837 ഓഫ് മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 മാത്രമേ ഇലക്ട്രോണിൻ്റെ മാസ് ഉള്ളൂ. വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് 1-2 ഇലക്ട്രോണുകൾ ആറ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാലും മാസിന് കാര്യമായിട്ട് മാറ്റമൊന്നും സംഭവിക്കില്ല. അടുത്ത പ്രത്യേകതകൾ നോക്കാം. റസ്റ്റ് മാസ്. റസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ റസ്റ്റ്, അതായത് മൂവ് ചെയ്യാത്ത അവസ്ഥ. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻³ കിലോഗ്രാമാണ്. ഇത് പ്രോട്ടോണിൻ്റെ 1.672 ആണ്. പവർ 10⁻⁻27. ന്യൂട്രോണിൻ്റെ അല്പം കൂടി കൂടുതലാണ്, 1.675 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹെവിയസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആരാണ്? ന്യൂട്രോണാണ്. ഈ വാല്യൂ ഒന്ന് എഴുതിയെടുക്കുക. സ്പിൻ. ഇലക്ട്രോണിനും പ്രോട്ടോണിനും ന്യൂട്രോണിനും സ്പിൻ ഉണ്ട്. അതാണ് പ്രസൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റെബിലിറ്റി. ഇലക്ട്രോൺ സ്റ്റേബിളാണ്, പ്രോട്ടോൺ സ്റ്റേബിളാണ്. ന്യൂക്ലിയസിൻ്റെ ഔട്ട്സൈഡിൽ ന്യൂട്രോണിന് സ്റ്റെബിലിറ്റി ഇല്ല, അത് അൺസ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി, ന്യൂട്രോൺ ഈസ് അൺസ്റ്റേബിൾ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ. ലൊക്കേഷൻ എവിടെയാണ് കാണുന്നത്? ഇലക്ട്രോൺ കാണുന്നത് ന്യൂക്ലിയസിൻ്റെ പുറത്താണ്, ഔട്ട്സൈഡാണ്. പ്രോട്ടോൺ കാണുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ന്യൂക്ലിയസ്. ന്യൂട്രോൺ കാണുന്നതും ഇൻസൈഡ് ന്യൂക്ലിയസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. ഓരോരുത്തരെയും ചാർജ് നോക്കാം. ഇലക്ട്രോണിൻ്റെ ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എഴുതുമ്പോൾ മൈനസ്, നെഗറ്റീവ് ചാർജാണ്, നെഗറ്റീവ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, പോസിറ്റീവ്. 1.602 × 10⁻⁻90 C. ന്യൂട്രോണിൻ്റെ ചാർജ് 0. അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവരെ കമ്പയർ ചെയ്തു 1-2 തവണ ഈ പോയിന്റുകളൊന്ന് വായിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഡിഫറൻഷിയേറ്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. പ്രോട്ടോണുകൾ കാണുന്നത് ന്യൂക്ലിയസിലാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ്.
പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അറ്റോമിക് നമ്പർ നല്ല ഡെഫിനിഷൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റം, ഇലക്ട്രോണുകൾ ആറ്റത്തിൽ നിന്ന് ചിലപ്പോൾ റിമൂവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ന്യൂട്രൽ ആറ്റം മാറില്ല. അപ്പോൾ ന്യൂട്രൽ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഏറ്റവും നല്ല ഡെഫിനിഷൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നാണ്. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. മാസ് നമ്പർ, അതിൻ്റെ സിമ്പൽ എ എന്നാണ്. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ Z. ഓക്കെ. പ്രോട്ടോൺസിൻ്റെ എണ്ണവും ന്യൂട്രോൺസിൻ്റെ എണ്ണവും കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും. പ്രോട്ടോൺസിൻ്റെ എണ്ണവും ന്യൂട്രോൺസിൻ്റെ എണ്ണവും കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും. ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാമെന്ന് മാത്രം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇതിൽ 11 പ്രോട്ടോൺ ഉണ്ട്, അല്ലെങ്കിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. മാസ് നമ്പർ 23 ആണ്. മാസ് നമ്പർ 23. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിയതാണ് മാസ് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ 11, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം 11 ആണ്. മാസ് നമ്പർ 23 ആണ്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് ഈ പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ 23 കുറയ്ക്കണം 11 = 12. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയതാണ് മാസ് നമ്പർ. 11ഉം 12ഉം കൂട്ടിയിട്ടാണ് 23 എന്ന് കിട്ടുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണിത്. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ഐസോബാർസ് ആൻഡ് ഐസോടോപ്സ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്പ് എന്താണെന്ന് നോക്കാം. ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ നോൺ ആസ് ഐസോടോപ്സ്. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് having different mass number. Atoms of the same element having different mass number. ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങളാണ്, അവർക്ക് മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ നോൺ ആസ് ഐസോടോപ്സ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഉണ്ടോ? പ്രോട്ടിയം മാസ് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2 ആണ്, ട്രിഷ്യം മാസ് നമ്പർ 3 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. ഇതിൽ ന്യൂട്രോണുകളില്ല. 1 + 0 1. ഇതിൽ ഒരു ന്യൂട്രോൺ, 1 + 1 2. ട്രിഷ്യത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും? 3ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 2. 1ഉം 2ഉം 3. അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കുറച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇനി number of neutrons present in the nucleus have very little effect on the chemical properties of an element. ന്യൂട്രോണുകൾക്ക് കെമിക്കൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നതിൽ കാര്യമായ പങ്കില്ല. So isotopes of a given element have same chemical properties. അപ്പോൾ ഐസോടോപ്പുകൾക്ക് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കാരണം ഐസോടോപ്പുകളിൽ എന്തേ വ്യത്യാസമുള്ളൂ? ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം. ഐസോടോപ്പുകളിൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നാലും കെമിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഐസോടോപ്പുകൾക്ക് എന്താണ്? സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കാരണം മാസ് നമ്പർ വ്യത്യാസമുണ്ട്. മാസ് നമ്പർ വ്യത്യാസമുള്ളത് കൊണ്ട് അവർക്ക് എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ
പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് present in the nucleus have very little effect on the chemical properties of an element. So isotopes of a given element have same chemical properties. Their physical properties are different. ഇനി ഐസോബാർ എന്താ നോക്കാം. മാസ് നമ്പർ സെയിം ആയിരിക്കും. നോക്കൂ, ആർഗണിൻ്റെ മാസ് 40, കാൽഷ്യത്തിൻ്റെ മാസ് 40. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ and different atomic numbers are known as isobars. They have different properties. ഇവർക്ക് ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ആണല്ലോ. ഇപ്പോൾ ആർഗണും കാൽഷ്യവും ഐസോബാറുകൾക്ക് എക്സാമ്പിളാണ്. Chemical properties of elements are controlled by the number of electrons, which are determined by the number of protons in the nucleus. കെമിക്കൽ പ്രോപ്പർട്ടിയെ തീരുമാനിക്കുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണത്തെ തീരുമാനിക്കുന്നത് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. കാരണം ഒരു ആറ്റത്തിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇനി പുതിയൊരു പോയിന്റ് കൂടെ പറയാം. ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ടുള്ള ആറ്റങ്ങളെ ഐസോട്ടോൺസ് എന്ന് വിളിക്കാം. ആറ്റംസ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ നോൺ ആസ് ഐസോട്ടോൺസ്. നോക്കൂ, 12 നിന്ന് 5 കുറച്ചു 7. ഇതിൽ 7 ന്യൂട്രോൺ ഉണ്ട്. 13 നിന്ന് 6 കുറച്ചു 7 ന്യൂട്രോൺ ഇതിലുണ്ട്. അപ്പോൾ ബോറോണിലും ഈ കാർബണിലും, ബോറോൺ 12ലും കാർബൺ 13ലും ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ടുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോൺസ്. ഓക്കെ, അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ കണ്ടത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ. ഓക്കെ, ബൈ.